നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് സ്നാക്സ് എല്ലാം ഉണ്ടാക്കുന്ന സമയത്ത് എനിക്കൊരു പിരാന്തുണ്ട്. അതായത് ഒന്നുണ്ടാക്കി കഴിഞ്ഞാൽ വിചാരിക്കും അടുത്തതൊന്ന് വേറെ ഉണ്ടാക്കാം, പിന്നെ വിചാരിക്കും വേറെ ഒന്നുണ്ടാക്കാം, അങ്ങനെ ടേബിൾ നിറയണം. അതാണ് എനിക്ക് നല്ല തൃപ്തി ഉണ്ടാവുക കേട്ടോ, വീട്ടിലാരെങ്കിലും വരുന്നതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള സമയത്തൊക്കെ നമുക്ക് ഒന്നിൻ്റെ കൂടെ ഒന്ന് വേണം, ഒന്ന് വെറൈറ്റി ആയിരിക്കണം എന്ന് തോന്നുന്ന സമയത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റം ഞാൻ പറഞ്ഞിട്ടെ. ഒന്നുമില്ല, നേന്ത്രപ്പഴം നീളത്തിൽ 4 കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇറച്ചിപ്പത്തിലിനെല്ലാം എടുക്കുന്ന ആ ഒരു മാവില്ലേ, അത് നല്ല നൈസായിട്ട് പരത്തിയിട്ട് ഇതേപോലെ റിബൺ പോലെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് പഴത്തിനെ ഇങ്ങനെ ചുറ്റിട്ട് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടോ, വേറൊന്നുമില്ല. എന്നിട്ട് ഇതിനങ്ങ് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ കാണുമ്പോൾ തന്നെ നല്ല രസമില്ല. ഞാൻ ആ ഒരു മാവിൽ കുറച്ച് എള്ള് വിതറി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് കാണാൻ ഇങ്ങനെ കളർഫുള്ളായിട്ട് വേണ്ടിയിട്ടാണ്. അത് നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. എന്നിട്ട് ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് അങ്ങ് ഫ്രൈ ചെയ്യുന്നുണ്ട്. നല്ലൊരു ഗോൾഡൻ കളറിൽ തന്നെ എടുക്കുക. ഇത് പഴത്തിൻ്റെ കളർ കണ്ടില്ലേ, ഈ ഒരു കളറിലാകുമ്പോൾ എടുത്തു കഴിഞ്ഞാൽ ഇതിങ്ങനെ കാണാൻ നല്ലൊരു രസമാണ്. നിങ്ങൾക്ക് ഈ ഒരു റിബൺ പോലെ ചുറ്റുന്നത് അതിനെന്തെങ്കിലും കളർ കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള പാത്രത്തിലേക്ക് കൊടുത്തിട്ട് എന്ത് ചെയ്യണം, ഇതുപോലെ നമ്മുടെ നെയ്യ് മുകളിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് പഞ്ചസാരയും കൂടി വിതറി കൊടുത്തു കഴിഞ്ഞാൽ സംഭവം അടിപൊളിയാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കട്ടാ.